ഈ ഓൺലൈൻ വഴി തന്നെ യുവാക്കൾ തോറ്റുപോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഓൺലൈൻ വഴിയുള്ള ചൂതാട്ടം, അതുവഴിയുള്ള സാമ്പത്തിക ബാധ്യതകൾ. എത്ര ആത്മഹത്യകളാണ് നടക്കുന്നതെന്ന് അറിയാം. ഒരു ജ്യേഷ്ഠൻ അവിടെ നേരിട്ട് വിശദീകരിച്ചു തന്നു. തൂങ്ങിക്കിടക്കുന്ന അനുജനെ കസാര കയറിയിട്ട് അയാൾ കയറ് വെട്ടിമുറിച്ച് താഴേക്ക് ഇറക്കിയതിനെ കുറിച്ച്. ജീവിച്ചു തുടങ്ങിയിട്ടുള്ള പയ്യൻ 38-40 ലക്ഷം രൂപ കടക്കാരനായി. എങ്ങനെ? ഈ റമ്മി കളിച്ചിട്ട്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികളെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നല്ലൊരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യയുടെ വക്കിലെത്തി എന്ന് പറഞ്ഞിട്ട് അയാളുടെ അനുജൻ എന്നെ സമീപിച്ചു. തെക്ക് ഭാഗത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് നല്ല പണം ഉണ്ടായിരുന്നു, നല്ല ആഘോഷപൂർണമായ ജീവിതമായിരുന്നു. അയാളെക്കുറിച്ചും അയാളുടെ കുടുംബത്തെക്കുറിച്ചും നാട്ടുകാർക്ക് അസൂയായിരുന്നു. അത്രക്ക് നല്ല പണം വാങ്ങുന്ന ഉദ്യോഗമുള്ള അയാൾ. പക്ഷെ കുറച്ചുകൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓൺലൈൻ തട്ടിപ്പുകളിൽ അയാൾ കുടുങ്ങിപ്പോയി. അങ്ങനെ അതിലുള്ള ചൂതാട്ടത്തിൽ പെട്ട് അവസാനം ഭാര്യയുടെ സർവ്വാഭരണങ്ങളും കഴിഞ്ഞ് അയാളുടെ വീട് അയാൾ പണയപ്പെടുത്തിയിട്ടും ഇത് കളിച്ച് തോറ്റ് അവസാനം 1.5 കോടിയിലേറെ ബാധ്യത വന്നു. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം എന്തെങ്കിലും ഒരു പാമ്പിനെ പിടിക്കണേ വീഡിയോ കാണാൻ മാത്രമായിട്ടാണ് സമൂഹം ഉപയോഗിക്കുന്നതെന്ന് ഏതെങ്കിലും നിഷ്കുകൾ തെറ്റിദ്ധരിച്ചുവെങ്കിൽ തിരുത്ത. 1.5 കോടി 2 കോടിയൊക്കെയാണ് കടം വരുന്നത്. പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ സമ്പന്നനായി നടക്കുന്നത് കണ്ടാൽ അപ്പം ആലോചിക്കണം എന്തോ ഒരു തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഓൺലൈൻ ചൂതാട്ടത്തിലൊക്കെ പെട്ടിട്ട് ആത്മഹത്യയിലെത്തുന്നവർ വർദ്ധിച്ചു വരുന്നത്. കുഞ്ഞു തട്ടിപ്പുകൾ വേറുണ്ട്. എങ്ങനെ? ഈ ചെയിൻ ബിസിനസ്സുമായിട്ട് ജനങ്ങളെ വശീകരിക്കാനുള്ള എല്ലാ ഐഡിയ അവർ ചെയ്യും. ബെൻസ് കാറിൽ ക്ലാസ് എടുക്കാൻ വരും, കഴുത്തിൽ അത്യാവശ്യം ഈ വണ്ണത്തിലുള്ള സ്വർണത്തിൻ്റെ ചെയിൻ കാണും, ഏറ്റവും വില കൂടി 8-10 ലക്ഷമുള്ള വാച്ച് ഇങ്ങനെ ലൂസാക്കി ഇട്ടിട്ടുണ്ടാവും. ഇടക്കിടക്ക് അവരിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. എന്തിന്? അതിങ്ങനെ പറയാം, ഞാനൊരു മീൻ കച്ചവടക്കാരനായിരുന്നു, സൈക്കിൾ പോലും വാങ്ങാൻ കഴിഞ്ഞിട്ട് തലയിൽ കൊട്ടേറ്റി നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ക്യൂനെറ്റിലെത്തിയത്. ഒറിജിനൽ പേരാണ് കേട്ടോ അത്. അങ്ങനെയാണ് ഞാൻ ഈ ക്യൂനെറ്റിലെത്തിയത്. അവസാനം ഞാനിപ്പോൾ ഈ ലെവലിലേക്ക് എത്തി. കണ്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട്. നമ്മളാലോചിച്ച് നോക്ക്, ഗൾഫിലൊക്കെ ജോലി ചെയ്ത കാശ് വീട് വയ്ക്കാനും മറ്റും സൂക്ഷിച്ചു വെച്ചത് ഇത്തരം ചൂതാട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്തി മൊത്തം നശിച്ച് ആത്മഹത്യയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ ഈ ലോകത്തൊന്നുമല്ല, അതാണ് പ്രശ്നം. എന്തിനോ വേണ്ടി ജീവിക്കുകയാണ്. പണമാണ് അവരുടെ എല്ലാവരുടെയും പൊതുവെയുള്ള ലക്ഷ്യം. പണം നേടാൻ എന്തൊക്കെ കാട്ടണം ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് യുവാക്കൾ നശിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇനി കുടുംബം അവൻ അനുവദിക്കാനുള്ള സ്വത്ത് അനുവദിച്ചാലും ഇതിൽ തീരൂല ബാധ്യത. പിന്നെ ടെൻഷൻ വരുമ്പോൾ സ്വാഭാവികമായും സിനിമ അവരെ പഠിപ്പിച്ചത് കള്ളുടിക്കണം എന്നാണ്. ടെൻഷൻ വരുന്ന സമയത്ത് കള്ളുടിക്കണം എന്നാണ് സിനിമ പഠിപ്പിച്ചത്. അങ്ങനെ കള്ളിൽ തുടങ്ങും. നേരത്തെ നമ്മൾ ഒന്നാമതായി പറഞ്ഞ പോയിന്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരും. പിന്നെ ആ കുടുംബം നശിച്ചു, സമൂഹം നശിച്ചു, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പോലും ഇയാളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് നശിച്ചു കൊണ്ടേയിരിക്കും. ഈ ചെയിൻ ബിസിനസ്സിലൊക്കെ ഉള്ളൊരു സംഭവം എന്താണ്? ഒരാൾ പെട്ടാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ കുറേ ആളുകൾ അതിൽ പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ വലിയ പൈസൻ്റെ കളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യൂനെറ്റൊക്കെ. എന്നുവെച്ചാൽ 5000 അല്ലെങ്കിൽ 4500 അല്ലെങ്കിൽ 5500 ഒരാൾ ഒരു നേരം അടക്കേണ്ടത്. അത് ലക്ഷങ്ങളുണ്ട്, പല രീതിയുണ്ട്. അതിൽ 4.5 ലക്ഷം 5 ലക്ഷം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇതിലവർ കണ്ണികളായി ചേർക്കുന്നത് സ്വന്തക്കാരായിരിക്കും. അളിയനെ, അനുജനെ, ഭാര്യൻ്റെ പിതാവിനെ. അതോടുകൂടെ കുടുംബം തകരുന്നു. സഹോദരന്മാർക്കിടയിൽ കൊലപാതകം പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഭർത്താവും ഭാര്യയും വിമോചിതരാകുന്നു, പരസ്പരം ത്വലാഖിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ഡൈവേഴ്സ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് കുറച്ചൊന്നുമല്ല. യുവാക്കൾക്ക് കാര്യബോധം വരണം എന്നതാണ് നമ്മൾ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ ജീവിതത്തെക്കുറിച്ച് തന്നെ നല്ല ബോധം വേണം. അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണം. വിവാഹമോചനങ്ങളും ദാമ്പത്യ പരാജയങ്ങളും യുവാക്കളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു അനർത്ഥം. പുതിയ കണക്ക് 20-30 വയസ്സുള്ള ദമ്പതികളിലാണ് കൂടുതൽ കൗൺസിലിംഗ് സെൻ്ററുകളിലേക്ക് എത്തുന്നതും അപ്രകാരം തന്നെ വിവാഹമോചനത്തിനു വേണ്ടി ഫാമിലി കോർട്ടിലേക്ക് എത്തുന്നതും. ജീവിച്ചു തുടങ്ങിയിട്ടല്ലോ. എന്തുകൊണ്ടാണ്? കുറേ പ്രണയത്തിൽ തുടങ്ങുന്ന ബന്ധങ്ങളാണ്. ഈ പ്രണയത്തിൽ കാണുന്ന സന്തോഷമൊന്നും ആയിരിക്കില്ല യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ. പിന്നെ പരസ്പരം ഒഴിവാക്കാനുള്ള ശ്രമം നടക്കും. ഒരാളതിന് സഹകരിക്കുന്നില്ലെങ്കിൽ പിന്നെ കൊലപാതകം നടക്കും. ആത്മഹത്യ എന്നായിരിക്കും അതിൻ്റെ പേര്. രണ്ടുപേരും അപേക്ഷ കൊടുത്തിട്ട് 1 വർഷത്തിനിടയ്ക്ക് പിരിഞ്ഞിട്ട് അവർ സ്വന്തമായി ജീവിക്കാൻ ശ്രമിക്കും.
ഒട്ടുമിക്ക ബന്ധങ്ങളുടെയും ഉള്ളിൽ ഈ പ്രണയം കടന്നു വരുന്നത് കൊണ്ട് നമ്മൾ മതപരമായ വീക്ഷണത്തിൽ പറഞ്ഞാൽ തീരെ പറക്കത്തില്ലാതെ ഹറാമിൽ തന്നെ വളരുന്നതാകയാൽ ഇത് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രയാസം. അപ്പോൾ തോറ്റുകൊണ്ടിരിക്കും. യുവാക്കളിൽ നല്ലൊരു വിഭാഗം വിഷാദ രോഗത്തിലേക്ക് പോകുന്നു എന്നാണ് പുതിയ കണക്കുകളൊക്കെ എൻ്റെ മുന്നിലുണ്ട്. ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല. ഏറ്റവും സ്നേഹത്തോടു കൂടെ ബന്ധപ്പെടാനാണ് ഖുർആനിൻ്റെ പ്രഖ്യാപനം. സൂറത്തുൽ നിസാഇന്റെ 19-ാമത്തെ വാക്യം, വഅശറുഹുന്ന ബിൽ മഅറൂഫ്, നന്മയിൽ അവരോട് സഹകരിക്കണം, നന്മയിലായി അവരോടൊപ്പം നിങ്ങൾ കൂടിയാടണം. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് നന്നായി തോന്നുന്ന കാര്യങ്ങളിലേ അവരോട് സഹകരിക്കാൻ പാടുള്ളൂ. തിരുത്തേണ്ടി വരും ചെറിയ രീതിയിൽ. എല്ലാ അലങ്കാരങ്ങളുമായി പുറത്തിറങ്ങുന്ന സ്ത്രീയോട് അത് പാടില്ലെന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഗവൺമെന്റ് തലത്തിൽ തന്നെ ലിപ്സ്റ്റിക്കിനൊക്കെ എതിരെയുള്ള പ്രചാരണങ്ങൾ വരുന്നുണ്ടല്ലോ. ആ സാധനം സമ്പൂർണ്ണമായി നിരോധിക്കുകയാണ് വേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കമ്പനിക്കാരുടെയൊക്കെ കുത്തകകളുടെ സ്വാധീനം കൊണ്ട് അതിനൊന്നും സാധ്യമാവാതെ വരും. പിന്നെ നമ്മുടെയൊക്കെ പരിചയത്തിലുള്ളവരെ എങ്കിലും സംസ്കരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ മക്കളെയെങ്കിലും നല്ലൊരു അത്യാവശ്യം നല്ല ആചാരമായിട്ടുള്ള ഒരാൾ ഈടെ യാദർച്ഛയായിട്ട് ടൗണിൽ നിന്ന് തന്നെ പരിചയപ്പെട്ടു. കോഴിക്കോട് പരിചയപ്പെട്ടതിന് മുമ്പ് പരിചയം അയാൾ പുതുക്കാൻ വന്നു. കൂടേണ്ട ഒരു പെൺകുട്ടി ഇതാരാ ചോദിച്ചപ്പോൾ മോളാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയത് എന്താണെന്നറിയാമോ? ആ കുട്ടി ഇത്രയൊക്കെ ഷർട്ട് ഇട്ടിട്ടുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെയെങ്കിലും ധർമ്മനിഷ്ഠരായി വളർത്താൻ സാധിക്കണില്ല? മദ്രസ പോകുന്ന കാലത്ത് മാത്രമാണ് അവർക്ക് മറക്കേണ്ടത്, അല്ലെങ്കിൽ മദ്രസക്ക് പോകുമ്പോൾ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അവർക്ക് മറക്കേണ്ടത്? വേറെ കോഴ്സിലേക്ക് പഠിക്കാൻ പോകുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ ആവണം എന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? നല്ല ആചാരാവുക, സംഘടനാ പ്രവർത്തകനാവുക. എന്നിട്ട് സ്വന്തം കുടുംബത്തിൽ പോലും നന്മ പഠിപ്പിക്കാനോ പറയാനോ പറ്റുന്നില്ലെങ്കിൽ പിതാവെന്ന് പറയുന്നതിന് അർത്ഥമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല പിതാവിൻ്റെ ദൗത്യം. നരമുൾക്കോളം അധ്വാനിച്ചിട്ടൊക്കെ ജീവിതം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ പിതാക്കളെ നമുക്കറിയാം. അതുമാത്രമല്ല അവരുടെ ദൗത്യം. മക്കളെ ധർമ്മനിഷ്ഠരായി വളർത്തൽ പിതാവിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തുടക്കം മുതൽ അതൊക്കെ പഠിപ്പിക്കണം എന്ന് പറയുന്നത്. ഒരു ചെറിയ കുട്ടി വാക്ക് പറയാനുള്ള ക്ഷമം നടത്തുന്ന സമയത്ത് പാട്ട് പഠിപ്പിക്കല്ല വേണ്ടത്, അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണം, മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കണം. ഈ ആത്മീയമായ വളക്കൂറുള്ള പശ്ചാത്തലത്തിൽ കുട്ടി വളർന്നു വരണം. ഇത് അപ്പോഴേ വേറെന്തെങ്കിലും പഠിപ്പിച്ച് തുടങ്ങും. പാട്ട് പഠിപ്പിക്കും, മെസ്സിനെ പഠിപ്പിക്കും, റൊണാൾഡോനെ പഠിപ്പിക്കും. എന്നിട്ട് കുട്ടികളുടെ വളർച്ച മൊത്തം ഇത്തരം വിഗ്രഹങ്ങളെ മനസ്സ് സ്ഥാപിച്ചിട്ടാകും. വല്ലാതെ ഒന്നും രക്ഷപ്പെടാതെ അവർ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആത്മീയതയുടെ മാർഗത്തിലേക്ക് ബോധപൂർവം നമ്മുടെ മക്കളെ കൊണ്ടുവരണം. അതിന് രക്ഷിതാക്കൾക്ക് സാധിക്കണം.